നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാച്ചിൽ തന്നു കേട്ടോ. അപ്പം ഞാനത് വൈകുന്നേരത്തേക്ക് പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുഴുങ്ങി. പക്ഷേ ഈ സാധനം വേവുന്നില്ല. ഉണ്ടോ, ഇത് ഉള്ളിലേക്ക് വേവുന്നില്ല, പുറത്താണെങ്കിൽ പൊടിഞ്ഞു പോവുകയാണ്. ഞാൻ സ്ലോയിലൊക്കെ വെച്ചു, പക്ഷേ അത് ശരിയാവണില്ല. ആൻഡ് ഒരു ടേസ്റ്റും ഇല്ല, അതിന് ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ ഈ പുറം ഭാഗം ഭയങ്കരമായിട്ട് വെന്തിങ്ങനെ ചമ്മന്തി പോലെയായി, ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ ഇതിനു മുന്നേ കാച്ചിൽ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യം തൊലി കളഞ്ഞിട്ട് പുഴുങ്ങി. പിന്നെ ഞാൻ രണ്ടാമത്തെ സെറ്റ് ഞാൻ തൊലി കളയാതെ ആദ്യത്തെ സെറ്റ് ഞാൻ തൊലി കളയാതെ പുഴുങ്ങി. രണ്ടാമത്തെ സെറ്റ് തൊലി കളഞ്ഞും പുഴുങ്ങി. കുക്കറിലാണ് ഞാൻ പുഴുങ്ങിയത്, പക്ഷെ ഉള്ളിലേക്ക് വേവുന്നില്ല. കണ്ടോ, ഞാനിങ്ങനെ കുത്തി ഉള്ളിലേക്ക് ഈ സാധനം വേവുന്നില്ല. എന്തോ എനിക്കറിയില്ല. കുറേ ഗ്യാസും പോയി, അതിനിടയ്ക്ക് എൻ്റെ കയ്യും പൊള്ളി. ഞാൻ എന്നിട്ട് ഇത് വേവാൻ വെക്കുന്ന സമയത്ത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കി. ഇത് കണ്ടോ, മറ്റേ ഉള്ളിയും കുഞ്ഞുള്ളിയും മുളകും പുളിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ചമ്മന്തി വരെ ഞാൻ ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചു മര്യാദയ്ക്ക് വേവിക്കാഞ്ഞിട്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ കുറേ വേവിച്ചു, സ്ലോയിലിട്ടു, എൻ്റെ കുറേ ഗ്യാസ് പോയി. എന്നല്ലാതെ ആ സാധനത്തിന് ഒരു ടേസ്റ്റും ഇല്ല, ഉള്ളിലേക്ക് വേവുന്നുമില്ല. അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. അതിൻ്റെ നുറുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനാണെങ്കിൽ കാച്ചിൽ തിന്നാൻ വേണ്ടിയിട്ടേ മനസ്സ് സെറ്റാക്കിപ്പോയി. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ തിന്നാൻ മനസ്സ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമം വരില്ലേ, ആ വിഷമമാണ് എനിക്കിപ്പോൾ. നുറുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.